ബാബറി പള്ളി പൊളിച്ചിട്ടുള്ള അലയൊലികൾ ഇന്ത്യയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നമുക്ക് എല്ലാവർക്കും വലിയ ദുരന്തം ഉണ്ടായി. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് പേര് കൊല്ലപ്പെടുകയും അതിങ്ങനെ മാസങ്ങളോളം അതിൻ്റെ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നതും ഇത് പൊളിക്കുന്നതും. ഹിന്ദു ഫ്യൂഡൽ വ്യവസ്ഥിതിയോടൊപ്പം തന്നെ മുസ്ലിം ഫ്യൂഡൽ വ്യവസ്ഥിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലബാറിലൊക്കെ ആ കാലഘട്ടത്തിൽ നിലനിന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പിൽക്കാലത്ത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ മുറിവ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ബാബറി മസ്ജിദ് ഈ തകർത്ത ആ ഒരു കാലമാണത്. പല രീതിയിൽ പല വീടുകളുടെ വിശേഷം പറയാം. ഒരു പരദൂഷണമാണ് അന്നത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്നതാണ് ഈ ബാർബർ. എൻ്റെ സിനിമയിൽ തന്നെ പല സിനിമകളിലും കാണാത്ത രീതിയിലുള്ള വിഷ്വൽസും കാര്യങ്ങളും കഥാപാത്രങ്ങളും മിത്തും ഒക്കെ കലർന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഗസൽ എന്ന് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാരുടെ മനസ്സിലേറ്റ മുറിവുകൾ ഒരു തമാശയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാലോ അല്ലെങ്കിൽ സിനിമയായാലും കലയായാലും എന്തായാലും അവരെ ചിലപ്പോൾ അത് മുറിപ്പെടുത്തും. ഗസലിനെ കുറിച്ച് ഞാൻ എപ്പോൾ പറയുമ്പോഴും പറയും ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു കാലം അടയാളപ്പെടുത്തും. നമസ്കാരം, എൻ്റെ സിനിമാ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ചില സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഓടിയ സിനിമ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് മിക്ക ആൾക്കാരും പറയാറുണ്ട്. ചില സിനിമയോട് നമുക്ക് ഓടിയില്ലെങ്കിലും അതിൻ്റെ പ്രദർശന വിജയമല്ല നമ്മളെ സ്വാധീനിക്കുക. ഒരു സംവിധായകനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നണിയിൽ പ്രവർത്തിച്ചവർ അല്ലെങ്കിൽ അഭിനേതാക്കൾ അവരെ സംബന്ധിച്ചോളം ചിലപ്പോൾ വലിയ പ്രദർശന വിജയം നേടിയ സിനിമകളെക്കാളും കൂടുതൽ അവരുടെ ഹൃദയത്തെ സ്പർശിച്ച് അല്ലെങ്കിൽ അവരോട് ചേർത്ത് നിർത്തുന്ന ചില പ്രിയപ്പെട്ട സിനിമകളുണ്ടാവും. അങ്ങനെ ഞാൻ തിയേറ്ററിൽ അധികം ഓടാത്ത ഒരു സിനിമ എൻ്റെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നതാണ് ഗസൽ. ഈ ഗസൽ എന്ന പേര് പോലെ തന്നെ അതിമനോഹരമായ പാട്ടുകളുള്ളൊരു സിനിമയായിരുന്നു. പാട്ടുകളൊക്കെ വലിയ ഹിറ്റായിരുന്നു അതിൻ്റെ. പക്ഷേ ആ സിനിമ അധികം പേര് കണ്ടിട്ടില്ല. പിൽക്കാലത്ത് അത് ടെലിവിഷനിൽ വന്നിട്ട് ടെലിവിഷനിൽ പല സമയത്തും ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള സമയങ്ങളിലൊക്കെ തന്നെയാണ് പലരും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഈ സിനിമ എന്താ തിയേറ്ററിൽ ഓടാതെ പോയത്, ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട സിനിമ, എന്ത് മനോഹരമായിട്ടൊരു കവിത പോലെയുള്ളൊരു സിനിമയായിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ ഇപ്പോഴും പ്രത്യേകിച്ച് ഈ പ്രവാസികളാണല്ലോ ഒരുപാട് നൊസ്റ്റാൾജിയ കൊണ്ട് നടക്കുന്ന ആൾക്കാർ. അവരെപ്പോഴും പറയാറുള്ള പല ആൾക്കാർ ഈ അടുത്ത കാലത്ത് വരെയും ഗസൽ കണ്ട കാര്യം എന്നോട് പറയുണ്ടായി. എനിക്കത് പ്രിയപ്പെട്ടൊരു സിനിമയാകുന്നതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ടി എ റസാക്കിൻ്റെ രചനയാണ്. റസാക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. ഞാനും റസാക്കും ചെയ്ത 2ാമത്തെ സിനിമയാണ് ഗസൽ. വിഷ്ലോകമാണ് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന സിനിമ. അതിനുശേഷം ഒരു സിനിമയുടെ ആലോചനയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ നിർമ്മാതാക്കൾ പുതിയ ആൾക്കാരായിരുന്നു. അത് ബാസി മാങ്കുഴി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്. അദ്ദേഹം സിനിമയിലൊക്കെ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്, നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹമായിരുന്നു അതിൻ്റെ നിർമ്മാതാവ്. അദ്ദേഹമാണ് സിനിമ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ വേറൊരു സുഹൃത്തുക്കളും 2 സുഹൃത്തുക്കളും കൂടി പാർട്ട്നേഴ്സായിട്ടുണ്ടായിരുന്നു. ആ സിനിമ തുടങ്ങിയ സമയത്ത് ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ള ഒരു ആലോചനയിലാണ് ഞങ്ങളത് അതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. ചമ്പക്കുളം തച്ചൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് ഞാനും റസാഖ് കൂടി ഒരു സിനിമ ചെയ്യുന്നു. അപ്പോൾ പല ബാക്ക്ഗ്രൗണ്ടിലുള്ള കഥകൾ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസത്തെ സംസാരത്തിൻ്റെ ഇടയിൽ വന്ന ഞങ്ങളുടെ 2 പേരുടെയും ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അത് ഒരു മുസ്ലിം പശ്ചാത്തലത്തിലാണ്. വേണമെങ്കിൽ പറയാവുന്ന പഴയ കാലത്തെ കുറേ ചിട്ടകളൊക്കെ ഉള്ള എന്താ ഒരു ഫ്യൂഡൽ, നമുക്കിപ്പോൾ ഫ്യൂഡൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഹിന്ദു ഫ്യൂഡൽ വ്യവസ്ഥിതിയോടൊപ്പം തന്നെ മുസ്ലിം ഫ്യൂഡൽ വ്യവസ്ഥിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലബാറിലൊക്കെ ആ കാലഘട്ടത്തിൽ നിലനിന്നൊരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലും എൻ്റെ കുടുംബ പശ്ചാത്തലത്തിലൊക്കെ തന്നെ എൻ്റെ അമ്മാവന്മാരും എൻ്റെ വല്യപ്പ ഗ്രാൻഡ് ഫാദറൊക്കെ തന്നെ ഒരു ഫ്യൂഡൽ പ്രഭുവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഈ ഭൂമിയും കാര്യങ്ങളും തെങ്ങുകയറലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മകൾ കുറേ ഉണ്ട്. കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ഈ ഫ്യൂഡൽ പ്രഭുക്കളുടെ ചില തോന്നിവാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളും കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിലുണ്ട്. റസാക്കിനും അതുപോലെ പരിചിതമായിട്ടുള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് റസാഖ് ജനിച്ചു വളർന്നത് കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊണ്ടോട്ടിയിലെ ഒരു വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിം ഫാമിലികളിലൊക്കെ നടക്കുന്ന കുറേ കാര്യങ്ങളുടെ അനുഭവങ്ങളൊക്കെ റസാഖ് എന്നോട് പറയുകയും ഞങ്ങളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നേരത്തെ എപ്പോഴോ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ഒരു കഥയുണ്ടായിരുന്നു. സിനിമയാക്കണമെന്ന് ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിരുന്ന മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു പ്രണയകഥ അവ്യക്തമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഞാൻ റസാഖിനോട് പങ്കുവയ്ക്കുകയും സമാനമായ രീതിയിൽ റസാഖിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് കുറേ കഥാപാത്രങ്ങൾ എടുത്തുകൊണ്ട് നമുക്കൊരു കഥ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ആലോചനയിൽ നിന്നാണ് ഗസൽ എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്.
ഗസലിൻ്റെ കഥ ഉണ്ടാക്കാൻ വേണ്ടി സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഞങ്ങൾ മലമ്പുഴയിലുള്ളൊരു ഗസ്റ്റ് ഹൗസിലാണ് ഇരിക്കുന്നത്, ഞാനും റസാഖും കൂടി ഇരിക്കുന്നത്. ആ ദിവസങ്ങളിൽ നമ്മളെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് വേദനിപ്പിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ടായിരുന്നു. അതാണ് ആദ്യം ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. ഒരുപക്ഷെ പിൽക്കാലത്ത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ മുറിവ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ബാബറി മസ്ജിദ് തകർത്ത ആ ഒരു കാലമാണത്. ബാബറി മസ്ജിദ് തകർത്ത ഡിസംബർ 6 നടക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഗസലിൻ്റെ സ്ക്രിപ്റ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളിൽ ഉണ്ടാക്കിയ ഒരു വലിയ സ്വാധീനമുണ്ട്. കാരണം ബാബറി മസ്ജിദ് തകർത്തു, പള്ളി തകർത്തിട്ട് ഇപ്പോൾ നമ്മളിന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണല്ലോ. ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിലേക്കല്ല പോകുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചുള്ളൊരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ളൊരു കഥ കുഴപ്പമാവുമോ ഇനിയിപ്പോൾ എന്നുള്ളൊരു ഭീതി ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ മുന്നോട്ട് പോയ കഥ കേട്ട് തന്നെ നമ്മൾ പോകുന്നു. അതിനകത്ത് ഇപ്പോൾ അയോധ്യ സാധനങ്ങളൊന്നും നമ്മൾ കയറ്റുന്നില്ല. നമ്മൾ പറയുന്നത് പഴയ കാലത്തൊരു കഥയാണ്. 1930കളിലും 40കളിലൊക്കെ നടന്ന ഒരു പീരിയഡ് ഡ്രാമയായിട്ടാണ് നമ്മളിതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അന്നത്തെ കണ്ടംപററി ആയിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കഥയായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സ്ക്രിപ്റ്റിൻ്റെ വർക്ക് നടക്കുന്ന സമയത്താണ് ഏറ്റവും വേദന ഉണ്ടാക്കിയൊരു സംഭവം. മോനിഷ, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മോനിഷ കാറപകടത്തിൽ മരിക്കുകയാണ്. അപ്പോൾ ചമ്പോക്കളം വെച്ചാൽ മോനിഷ അഭിനയിച്ചു. അധികം ദിവസങ്ങളായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് മോനിഷയായിട്ട് ഫോണിലൊരു ദിവസം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പുതിയ സിനിമയുടെ വർക്കിലാണ്, മോനിഷ എന്തായാലും അഭിനയിക്കേണ്ടി വരും ഒരു റോള്, ഞാനത് വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്താണ് മോനിഷ മരിച്ച വിവരം രാവിലെ ഞങ്ങൾ അറിയുന്നത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ കാര്യമാണ്. പിന്നെ എറണാകുളത്ത് പോയിട്ട് മോനിഷയുടെ ബോഡി കാണാൻ പോയതൊക്കെ ഓർമ്മയിലുണ്ട്. ഇന്നും മോനിഷ ഒരു നോവായിട്ട് വേദനയായിട്ട് മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കഥയായിട്ട് മുന്നോട്ട് പോയി. അതിന് ഇങ്ങനെ 6-7 പാട്ടുകൾ വരണം. പാട്ടിന് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് പാട്ട് ആര് ചെയ്യണം എന്നുള്ളപ്പോൾ ആദ്യം തന്നെ ലിറിക്ക് യൂസഫ് അലി കേച്ചേരിയെ കൊണ്ട് എഴുതിക്കാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാനും റസാഖ് കൂടി പാലക്കാട് നിന്ന് ഒരു ദിവസം യൂസഫ് അലിയെ കാണാൻ വേണ്ടി യൂസഫ് അലിക്കാണ് വീട്ടിൽ പോകുന്നു. അദ്ദേഹമായിട്ട് ഈ കഥയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന കുറേ ഈ കഥയ്ക്ക് വേണ്ട ചില അനുഭവങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പോൾ നൗഷാദിനെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ധ്വനി എന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ റസാഖ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ യൂസഫ് അലിയാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ യൂസഫ് അലിക്ക് നൗഷാദിൻ്റെ മാനേജറെ ബന്ധപ്പെടുന്നു. അദ്ദേഹം നോക്കാമെന്ന് പറയുന്നൊരു ഡേറ്റൊക്കെ പറയുന്നു ആദ്യം. പക്ഷേ പിന്നെ ആ സമയത്ത് പെട്ടെന്ന് നൗഷാദിന് എന്തോ ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നു, അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റില്ല, 1 മാസം റെസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്ക് സിനിമ ഷൂട്ടിങ് തുടങ്ങുകയും വേണം, പാട്ടുകൾ വേണം. അപ്പോൾ വേറെ ആരും എന്നുള്ള ചിന്തയിലാണ് ബോംബെ രവിയുടെ പേര് യൂസഫ് അലി തന്നെയാണ് പറയുന്നത്, യൂസഫ് അലിക്ക് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ബോംബെ രവിയിലേക്ക് പോവുകയാണ് ചെയ്തത്. യൂസഫ് അലി കേച്ചേരി തന്നെയാണ് ബോംബെ രവി വിളിച്ചിട്ട് ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് തരുന്നത്. അദ്ദേഹം വന്നു. ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ കമ്പോസിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. യൂസഫ് അലിക്ക് വന്നു. ബോംബെ രവിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, അദ്ദേഹം പാട്ടുകൾ ട്യൂൺ ചെയ്തിട്ട്, ഇപ്പോൾ പൊതുവെ ഹിന്ദിയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ട്യൂൺ ചെയ്തിട്ട് അതിന് ലിറിക്ക് എഴുതുകയല്ലേ. പക്ഷേ ആദ്യമേ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ലിറിക്ക് ആദ്യം കിട്ടണം, ഞാൻ കവിതയ്ക്കേ ട്യൂൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് യൂസഫ് അലിയെ സംബന്ധിച്ചോളം സന്തോഷമുള്ള കാര്യമായിരുന്നു. അദ്ദേഹം കവിതകൾ, അപ്പോൾ പല്ലവി അദ്ദേഹം എഴുതിയിട്ട് അത് ഹിന്ദിയിലേക്ക് ബോംബെ രവി എഴുതിയെടുക്കും. എന്നിട്ട് അത് ബൈ ഹാർട്ട് ചെയ്യും. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം അതാണ്. മലയാളം അദ്ദേഹത്തിന് അറിയില്ല. അത് ഹിന്ദിയിലേക്ക് എഴുതിയെടുത്തിട്ട് അദ്ദേഹം അത് ബൈ ഹാർട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് പുള്ളി പിന്നെ അതൊന്നും കടലാസൊന്നും നോക്കില്ല. അങ്ങനെ ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ള ആ വരികൾ പാടിയിട്ടാണ് അദ്ദേഹം ട്യൂൺ ഉണ്ടാക്കിയെന്നുള്ളത്. അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. കാരണം അതിങ്ങനെ ഓരോ പാട്ടുകളുടെയും പല്ലവിയൊക്കെ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് അതിനനുസരിച്ച് ട്യൂൺ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഓരോ പാട്ടുകളുണ്ടായത്. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇശൽ തേൻ കണം എന്നുള്ള പാട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ ഒരു ഹിന്ദി സോങ്ങിൻ്റെ, വളരെ പോപ്പുലറായിട്ടുള്ള ഹിന്ദി സോങ്ങിൻ്റെ ട്യൂണാണ്. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന് അതിനൊരു വിമുഖത ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ട്യൂൺ തന്നെ മലയാളത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ഞങ്ങൾ നിർബന്ധിച്ച് കഴിഞ്ഞാൽ പുള്ളി അത് ചെയ്യാൻ തയ്യാറാകുകയും മുജേ പ്യാരയ്ക്ക് എന്നുള്ള ഹിന്ദി പാട്ടിൻ്റെ അതേ ട്യൂണിലാണ് ഇശൽ തേൻകട എന്നുള്ള ലിറിക്ക് എഴുതുന്നത്. അങ്ങനെയാണ് പാട്ടുകളൊക്കെ ഉണ്ടായി വരുന്നത്. ദാസേട്ടനാണ് അതിൽ ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും പാടിയത്. പാട്ടുകളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ ഒരു വലിയ ഹിറ്റായി. അത് ഷൂട്ട് ചെയ്യുന്നത് പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ അതിൻ്റെ കാസ്റ്റിംഗ് വന്നു കഴിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ഈ തങ്ങൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ബുർഹാനുദ്ദീൻ തങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ ക്യാരക്ടർ നെഗറ്റീവ് ക്യാരക്ടറാണ്. അത് ആര് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പല ആൾക്കാരുടെ പേരുകൾ ആദ്യം തിലകൻ ചേട്ടൻ ആ ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വന്നപ്പോൾ കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ഒരാൾ വേണം. കാരണം ക്യാരക്ടർ അങ്ങനെയാണ്, അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെയാണ്
നാസറിലേക്ക് എത്തുന്നത്. തമിഴിലെ അന്നും എന്താ പറയുക, അന്ന് അപ്കമിങ് ഒരു ആക്ടറാണ് നാസർ. അതുപോലത്തെ ഒരു ആക്ടർ തന്നെ നമുക്ക് മലയാളത്തിൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സംസാരിച്ചു. അദ്ദേഹം ആദ്യം പറഞ്ഞു, എനിക്ക് ഭാഷ വഴങ്ങുമെന്നറിയില്ല, പ്രത്യേകിച്ചും മലയാളം എനിക്ക് ഒട്ടും അറിയില്ല, പ്രത്യേകിച്ച് ഈ മലബാറിലെ ഭാഷ എന്നൊക്കെ പറയണത് എങ്ങനെയാണ്, അതിൻ്റെ ഇത് ഡയലക്റ്റൊക്കെ എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല. പക്ഷേ ഞങ്ങൾ കോൺഫിഡൻസ് കൊടുത്തു, നമ്മൾ കൂടെ ഉണ്ടാവും, പിന്നെ എന്തായാലും ഡബ് ചെയ്യേണ്ടി വരും. ഡബ് ചെയ്യാനായിട്ട് പുള്ളി ആദ്യം ഒരു മടി ഉണ്ടായിരുന്നു, കാരണം എൻ്റെ സ്വന്തം ശബ്ദം തന്നെ ഉപയോഗിക്കണം. പക്ഷെ അത് കുറച്ച് അസാധ്യമാണ്, ഈ ഭാഷയെ കൂടി പറയേണ്ടി വരുമ്പോൾ അത് അസാധ്യമാണ്. പക്ഷെ അതിന് പുള്ളി തയ്യാറായി. അങ്ങനെയാണ് ആ റോൾ അഭിനയിക്കാനായിട്ട് നാസർ വരുന്നത്. മറ്റൊരു തങ്ങളുണ്ട് അതിൽ, സീനിയറായിട്ടുള്ള തങ്ങൾ. ആ ക്യാരക്ടറാണ് ഞങ്ങൾ തിലകൻ ചേട്ടനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അത് തിലകൻ ചേട്ടനെ തന്നെ തീരുമാനിക്കുന്നു. കണ്ണു കാണാത്ത തങ്ങളുപ്പാപ്പ എന്ന് പറയുന്ന ക്യാരക്ടർ തിലകൻ അഭിനയിക്കുന്നു. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നായികയാണ്. നായികയായിട്ട് പലരെ ആലോചിച്ചു. അപ്പോൾ വെള്ളാരം കണ്ണുള്ള പെൺകുട്ടി എന്നുള്ളതാണ്, ജിന്നിനെ പോലെ ഇരിക്കുന്ന, അതിൽ വിനീത് ചെയ്ത കഥാപാത്രം എൻ്റെ സ്വപ്നത്തിൽ വരുന്ന ഒരു ജിന്ന് പോലെയുള്ള ഒരു പെൺകുട്ടിയാവണം. അങ്ങനെയാണ് മോഹിനിയിലേക്ക് എത്തുന്നത്. മോഹിനിയുടെ കണ്ണ് പൂച്ചക്കണ്ണാണ്. അപ്പോൾ മോഹിനിയെ ചെന്നൈയിൽ വെച്ചിട്ട് നമ്മൾ കണ്ടു, സംസാരിച്ചു. മോഹിനി ആ ക്യാരക്ടർ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ മോഹിനി വരുന്നു. അല്ല, അന്ന് നല്ല സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണല്ലോ മോഹിനി, അല്ല വെളുത്ത് നമ്മുടെ സ്വപ്നത്തിലൊക്കെ കാണുന്ന നായിക എന്നൊക്കെ പറയുന്ന ഒരു ഇതിൽ ആ കണ്ണുകളൊക്കെ ആയിട്ടുള്ള പെൺകുട്ടിയാണ് മോഹിനി. പിന്നെ വിനീതാണ് അതിൽ നായകനായിട്ട് അഭിനയിക്കുന്നത്. മുനീർ എന്ന് പറയുന്ന ക്യാരക്ടർ. ചമ്പക്കുളം തച്ചതിന് ശേഷം വിനീത് എൻ്റെ കൂടെ അഭിനയിക്കുന്ന സിനിമയാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു റോള് ചെയ്തത് ശ്രീവിദ്യയാണ്. ശ്രീവിദ്യയും ആദ്യമായിട്ട് എൻ്റെ സിനിമയിൽ വരികയാണ്. ശ്രീവിദ്യ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രമാത്രം ലൊക്കേഷനിൽ കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഞങ്ങളോടൊക്കെ അത്ര എന്താ പറയുക, അവർക്ക് അത്ര ഒരുപാട് ലെങ്തി റോളൊന്നുമില്ല, എങ്കിൽ പോലും അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വരുന്നു. വളരെ കോപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഷൂട്ടിംഗ് യൂണിറ്റിൻ്റെ ഒപ്പം എല്ലാവരുടെയും ഒരു ഫ്രണ്ടായിട്ട് മൂവ് ചെയ്തിട്ടുള്ള ശ്രീവിദ്യയാണ്. ശ്രീവിദ്യയായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട മറ്റു വേഷങ്ങൾ ചെയ്തത് ഒന്ന് കുതിരവട്ടം പപ്പും മാമുക്കോയാണ്. ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും വളരെ സവിശേഷതയുണ്ട്. എന്നെ സംബന്ധിച്ചോളം, റസാഖിനെ സംബന്ധിച്ചോളം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കണ്ടു പരിചയമുള്ള, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു പരിചയമുള്ള രണ്ട് മനുഷ്യരാണ്. ഒന്ന് ഒസാനായിട്ടാണ്, ഒസാൻ എന്ന് പറഞ്ഞാൽ ബാർബർ, മുസ്ലിം ബാർബറെയാണ് ഒസാൻ എന്ന് പറയുന്നത്. ഒസാനായിട്ടാണ് കുതിരവട്ടം പപ്പു വരുന്നത്. ഇത്തരം ഒസാന്മാർ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴും വരും. ഞങ്ങളുടെ കുട്ടികളെയൊക്കെ മുടി വെട്ടിയിരുന്നത് ഈ ഞങ്ങൾ ചെറുപ്പത്തിൽ, ഞാൻ വളരെ ചെറുതായിരിക്കുന്ന സമയത്തൊന്നും ഈ ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി വെട്ടുന്ന പരിപാടിയൊന്നും ഒന്നുമില്ല. വീട്ടിൽ വരും, ഒസാൻ വരും. ഒസാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, വീടിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. ആരുടെയെങ്കിലുമൊക്കെ മുടി, അപ്പോൾ അന്ന് കൂട്ടുകുടുംബമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ തൊട്ടടുത്ത് നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ വീടുണ്ട്. ഓരോ വീടുകളിലും മുടി വെട്ടാൻ വരലാണ് ഇവരുടെ മെയിൻ പരിപാടി. പല രീതിയിൽ പല വീടുകളിലെ വിശേഷം പറയാം. ഒരു പരദൂഷണമാണ് അന്നത്തെ പ്രധാനം. അന്നത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് തരുന്നതാണ് ഈ ബാർബർ. ഒസാന. അപ്പോൾ എല്ലാ നാടുകളിലും ഇങ്ങനെ ഒരു ഒസാന ഉണ്ടാവും. ഹിന്ദു കമ്മ്യൂണിറ്റിയിലൊക്കെ തന്നെ ഇത്തരം ബാർബർമാരുണ്ടാവും. അവരാണ് പല ന്യൂസുകളും പല വീടുകളിലേക്കും എത്തിക്കുന്നതും അവിടെ നിന്ന് കിട്ടുന്നത് അവിടെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കഥാപാത്രം അങ്ങനെ തന്നെയാണ്. ഈ പപ്പുവേട്ടൻ്റെ ക്യാരക്ടറും അങ്ങനത്തെ ഒരു ബാർബറാണ്. മറ്റൊന്ന് മാമുക്കോയ ചെയ്തിട്ടുള്ള ഉസ്താദ്, അതായത് മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടാണ് മുസ്ലിയാരായിട്ടാണ് മാമുക്കോയ അഭിനയിക്കുന്നത്. അത്തരം മുസ്ലിയാക്കന്മാരെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഞാനൊക്കെ ഈ മദ്രസയിൽ പഠിക്കുമ്പോൾ ഈ ഉസ്താദിൻ്റെ തല്ല് കുറേ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ സിനിമയിൽ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. കുട്ടികളോട് ഓതാൻ പറഞ്ഞിട്ട്, ഖുർആൻ പാരായണം ചെയ്യാൻ പറഞ്ഞിട്ട് ഇദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വീടുകളിൽ നിന്നാണ് ഈ ഉസ്താദിന് ഭക്ഷണം കൊണ്ടുവരിക. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയാണ്, നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഉസ്താദിന് ഭക്ഷണം എത്തിക്കും. അപ്പോൾ അങ്ങനെ ആ മഹല്ലിൽപ്പെട്ട ഇടവക എന്ന് പറയുക, അതാണ് ഈ മഹല്ലെന്ന് പറഞ്ഞാൽ, മഹല്ലിൽപ്പെട്ട ഓരോ വീടുകളിൽ നിന്നും ഭക്ഷണം വരുന്നതുകൊണ്ട് തന്നെ ഈ ഉസ്താദന്മാർക്ക് എല്ലാ ദിവസവും കുശാൽ ഭക്ഷണമാണ്. ചിക്കനും മട്ടനും അതുപോലെ ഫിഷും ഒക്കെ ആയിട്ട് വിഭവസമൃദ്ധമായ സദ്യയാണ് എല്ലാ ദിവസവും ഈ ഉസ്താദന്മാർ കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അടക്കം എല്ലാ ഭക്ഷണവും. അങ്ങനെ ഈ ഉസ്താദന്മാർ സ്ഥിരം പരിപാടിയാണ്. ഞങ്ങൾ കുട്ടികൾ രാവിലെ തന്നെ ഈ ഓതാനായിട്ട് ചെല്ലും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇത് കഴിഞ്ഞിട്ട് 10 മണി 10:30 മണിയാകുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുക. രാവിലെ 7:30 മണിക്കൊക്കെ ഈ മദ്രസയിൽ ചെല്ലും. അപ്പോൾ ഇദ്ദേഹം 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇദ്ദേഹത്തിന് ബ്രേക്ക്ഫാസ്റ്റ് വരും. ഞങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഇതൊക്കെ തുറന്നിട്ട് ഇദ്ദേഹം കുശാലായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ വിശന്നിരുന്നിട്ട് കുട്ടികളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ഓതണമെന്നൊക്കെ പറഞ്ഞിട്ട് വടിയൊക്കെ ചോദിച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടിക്കാലത്തെ ആ ഓർമ്മകളാണ് നമ്മൾ മാമുക്കയുടെ കഥാപാത്രത്തിലൂടെ ആ സിനിമയിൽ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ
ജോസ് പല്ലിശ്ശേരി ചെയ്തൊരു ക്യാരക്ടറുണ്ട്, മുസീബത്ത് തങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏത് നാട്ടിലും ഇങ്ങനെ, ഞാൻ നേരത്തെ ബാർബറുടെ കാര്യം പറഞ്ഞ പോലെ പരദൂഷണം പറയുന്ന മറ്റൊരു ക്യാരക്ടറാണ് ഈ മുസീബത്ത് തങ്ങൾ. ആ സിനിമയിൽ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ജോസ് പല്ലിശ്ശേരി അഭിനയിച്ചിട്ടുള്ള മുസീബത്ത് തങ്ങൾ. അങ്ങനെ കാരിക്കേച്ചർ സ്വഭാവമുള്ള ഒരുപാട് ക്യാരക്ടേഴ്സുള്ള ഒരു സിനിമയായിരുന്നു. പിന്നെ നെടുമുടി വേണുചേട്ടനുണ്ടായിരുന്നു ഈ മോഹിനിയുടെ കഥാപാത്രത്തിൻ്റെ വാപ്പയായിട്ട് ഫ്ലാഷ് ബാക്കിൽ മാത്രം വരുന്ന, ബോംബെയിൽ ഗസൽ പാടാൻ വേണ്ടിയിട്ട് പാട്ട് പഠിക്കാൻ വേണ്ടി പോയ ഒരു ക്യാരക്ടറാണ് കോഴിക്കോട് ശാന്താദേവി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ഇത് മനോജ് കെ ജയൻ അതിൽ വളരെ ശക്തനായ ഒരു ക്യാരക്ടറാണ്, ഒരു നിഷേധിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, തങ്ങളെ സ്ഥിരം ധിക്കരിക്കുന്ന ഒരു ക്യാരക്ടർ. പിന്നെ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ശ്രീനിവാസൻ ഈ ഖബർ വീരാൻ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരുപാട് ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്നൊരു മനുഷ്യൻ. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ സവർണരുടെ ഇടയിൽ പീഡിപ്പിക്കപ്പെടുന്ന അവർണരുടെ കാര്യങ്ങൾ നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് പഴയ കാലത്ത്. അതുപോലെ തന്നെ സിനിമകളിലും കഥകളിലും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും അതുപോലെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഖബർ വെട്ടുന്നതാണ് ഇയാളുടെ തൊഴിലെങ്കിലും ഇയാൾ സുന്ദരിയായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ആ സുന്ദരിയായ സ്ത്രീയെ ആദ്യ രാത്രിയിൽ പ്രാപിക്കാൻ ചെല്ലുന്നത് ഈ ജമീന്ദാരാണ്, മുസ്ലിം തങ്ങളാണ്. അപ്പോൾ അതൊരു ദുരന്തമായിട്ട് ഇയാൾക്ക് നിസ്സഹായനായിട്ട് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇയാൾക്ക് വീട് വെച്ച് കൊടുത്തു, ഇയാളുടെ കുടിയാനായിട്ട് താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കുടിയാനും ജന്മി വ്യവസ്ഥിതി ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട്. അതാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ആ വേദന പേറിയിട്ടുണ്ട്. ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് തക്കം പാർത്ത് നടക്കുന്ന കഥാപാത്രങ്ങളാണ് അതിൽ. ശ്രീനിവാസനായാലും ശരി, മനോജ് കെ ജയനായാലും. മനോജിന് ഇതേപോലെ മറ്റൊരു ദുരന്തമുണ്ട്. അയാളുടെ അമ്മയായിട്ടുള്ള ബന്ധം ഈ ഉണ്ടെന്ന് അറിയാവുന്ന, അതിലൊരു മകളുമുണ്ട്, ഇയാൾക്കൊരു സിസ്റ്ററുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഈ തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് മനസ്സ് പാർത്ത് നടക്കുന്ന സമയത്താണ് പഴയ കഥയുടെ ഒരു ഭൂതകാലത്തിൻ്റെ വേദനയും പേറിയിട്ടാണ് ഈ മോഹിനിയുടെ കഥാപാത്രം ഇവിടെ വരികയും അവസാനം ഈ മോഹിനിയാണ് ഇവരെ കൊല്ലുന്നത്. ഒരുപക്ഷെ വിനീതിൻ്റെ ക്യാരക്ടറും അയാളെ കൊല്ലാനായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടല്ലോ. വിനീത് ആഗ്രഹിച്ച പെൺകുട്ടിയെ വിനീതിന് കല്യാണം കഴിക്കാൻ പറ്റില്ല. നിഷ്കരണം വിനീതിനെ ചവിട്ടി പുറത്താക്കിയിട്ട് ഇയാൾ ഒരു വാശിയുടെ പേരിൽ ഈ തങ്ങൾ കല്യാണം കഴിക്കുകയാണ് മോഹിനിയെ. കല്യാണം കഴിച്ച ആദ്യ രാത്രിയിലാണ് അറിയുന്നത് തങ്ങൾ നേരത്തെ നശിപ്പിച്ച പെൺകുട്ടിയാണ് ഈ പെണ്ണെന്നുള്ളത് തിരിച്ചറിയും. അവൾ പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് ഇയാളെ കല്യാണം കഴിക്കാൻ തയ്യാറായത്. അങ്ങനെ തങ്ങളെ കൊന്നുകളയുന്നതാണ് അതിൻ്റേത്. ഈ കഥ തങ്ങളുപ്പാപ്പ എന്ന് പറയുന്ന തിലകൻ്റെ ക്യാരക്ടർ ഈ പള്ളി, ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന പള്ളി നമ്മളതിൻ്റെ അകത്ത് സെറ്റിട്ടിട്ട്, ആ പള്ളി ഉണ്ടായിരുന്നു കുന്നിൻ്റെ മുകളിൽ, ഷെയ്ഖിൻ്റെ കുന്നിൻ്റെ മുകളിലെ പള്ളി എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു മിത്തിൻ്റെ സ്വഭാവത്തിലാണ് നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെ എൻ്റെ സിനിമയിൽ തന്നെ പല സിനിമകളിലും കാണാത്ത രീതിയിലുള്ള വിഷ്വൽസും കാര്യങ്ങളും കഥാപാത്രങ്ങളും മിത്തും ഒക്കെ കലർന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഗസൽ എന്ന് പറയുന്നത്. അതിൻ്റെ രസകരമായൊരു ഓർമ്മ, അത് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ പള്ളി സെറ്റിട്ടാണ്. പള്ളിയുടെ അന്ന് ആർട്ട് ഡയറക്ടർ കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞിട്ട് തമിഴിലും മലയാളത്തിലൊക്കെ നിരവധി വലിയ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആർട്ട് ഡയറക്ടറാണ് കൃഷ്ണമൂർത്തി. വടക്കൻ വീരഗാഥയിലൊക്കെ ആർട്ട് ഡയറക്ടർ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് അങ്ങനെ വലിയ സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഇതുമുണ്ട്. അപ്പോൾ സെറ്റ് ഇടാനൊക്കെ വളരെ നല്ല സ്കെച്ചിങ് കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്കെച്ച് ചെയ്തിട്ട് ഇട്ട സെറ്റാണ്. പെരിന്തൽമണ്ണയിലാണ് ഇത് ഷൂട്ടിങ്. പെരിന്തൽമണ്ണയിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ പള്ളി സെറ്റിട്ടിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ഈ വേണമെങ്കിൽ ഒരു ബാബറി പള്ളിയുടെയൊക്കെ ഒരു ചായയിലാണ് അതിൻ്റെ ഒരു മിനാരങ്ങളൊക്കെ അദ്ദേഹം സെറ്റിട്ട്. അപ്പോൾ പകുതി മിനാരം പൊളിഞ്ഞു കിടക്കുന്നതൊക്കെ ആയിട്ട് ആണ് ഷൂട്ട് ചെയ്തത് നമ്മളവിടെ. അവിടെയാണ് ഈശൽ തേൻ കിടന്നുള്ള പാട്ടും പിന്നെ തിലകൻ ചേട്ടൻ്റെ ഫുൾ സീക്വൻസ് ആ പള്ളിയുടെ ഇതിലാണ് വരുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന പള്ളിയാണ്. ആ ഷൂട്ടിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞു. സെറ്റിട്ടാണല്ലോ നമ്മൾ ഹാർഡ് ബോർഡും പ്ലൈവുഡൊക്കെ വെച്ചിട്ടാണ് ആ പള്ളി സെറ്റിട്ടേക്കണം. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പള്ളിയാണെന്ന് തോന്നും. അങ്ങനെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ സെറ്റ് പൊളിക്കണമല്ലോ. സാധാരണ എങ്ങനെയാണ് സിനിമയ്ക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ, ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് പൊളിക്കും. ഈ സെറ്റ് പൊളിക്കാനായിട്ട് കൃഷ്ണമൂർത്തിയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസും കുറേ ആർട്ട് അസിസ്റ്റൻസും കാർപ്പൻറ്റേഴ്സും കൂടി വന്ന് സെറ്റ് പൊളിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ കൃഷ്ണമൂർത്തിയുടെ അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ട മുടിയൊക്കെ ഉണ്ട്. മുടി ഇങ്ങനെ കെട്ടിയിട്ട് ഒരു കാവി ജുബ്ബയും മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് ഉള്ളത്. ഈ ഞാൻ ആദ്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ സമയത്താണ് ബാബറി പള്ളി പൊളിച്ചതെന്നുള്ള കഥ പറഞ്ഞല്ലോ. അപ്പോൾ ആ ബാബറി പള്ളി പൊളിച്ചിട്ടുള്ള അലയൊലികൾ ഇന്ത്യയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നമുക്ക് എല്ലാവർക്കും വലിയ ദുരന്തം ഉണ്ടായി. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് പേര് കൊല്ലപ്പെടുകയും അതിങ്ങനെ മാസങ്ങളോളം അതിൻ്റെ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നതും ഇത് പൊളിക്കുന്നതും. ഈ സെറ്റ് പൊളിക്കാനായിട്ട് കൃഷ്ണമൂർത്തി ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കുറേ ലോക്കൽ ചെറുപ്പക്കാർ, അവർക്കറിയത് സെറ്റാണെന്ന്, അവർ ഷൂട്ടിങ്ങൊക്കെ കാണാൻ വന്നതാണ്. പക്ഷേ ഇത് പൊളിക്കാനായിട്ട്
തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർക്ക് വൈകാരികമായിട്ട് അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയി മാറി. അവരിത് തടഞ്ഞു. പൊളിക്കാൻ പറ്റില്ല, അതവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണമൂർത്തിയുടെ സെറ്റല്ലേ, ഇത് പൊളിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സാധനങ്ങളെ കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് ഞങ്ങൾക്ക് ബാക്കി സാധനങ്ങൾ വെച്ചിട്ട് സെറ്റ് ഇടാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ പൊളിക്കാൻ പറ്റില്ല. അവർ വൈകാരികമായിട്ട് എടുത്തു അതിനെ. കാരണം ഞങ്ങളുടെ മനസ്സിലൊരു മുറിവായിട്ട് ഈ ബാബറി പള്ളി കിടക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ മലപ്പുറത്ത് നിന്ന് ഇത് പൊളിച്ചിട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതൊരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നുള്ള അവസ്ഥയപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ട് 5-6 കിലോമീറ്റർ അപ്പുറത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കൃഷ്ണമൂർത്തി വണ്ടി എടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട്, ആൾക്കാർ തടഞ്ഞു നിർത്തിയേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് നമുക്കും പേടിയാണ്. പോലീസിനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഒരു അനാവശ്യമായൊരു കാരണം സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനെസറി ആയിട്ടുണ്ടാകുന്നൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ റസാഖ് പറയും നമുക്ക് തന്നെ ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഞാനും റസാഖും അവിടെ ചെല്ലുന്നു, സ്പോട്ടിൽ ചെല്ലുന്നു. ഈ ആൾക്കാർ കുറച്ച് ചെറുപ്പക്കാരാണ്. അവരെ സംബന്ധിച്ചോളം അവർക്കറിയാം ഇത് സെറ്റാണെന്നുള്ളതും പള്ളി പൊളിച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ബാബറി പള്ളി പൊളിച്ചതായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതും അയോധ്യ സംഭവമായിട്ട് ഇതിന് ബന്ധമില്ല എന്ന് അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് വൈകാരികമായിട്ട് എടുത്തിട്ടാണ് അവർ ഈ സംസാരിക്കുന്നത്. പിന്നെ ഞാനും റസാഖ് കൂടി കുറേ നേരം അവരോട് സംസാരിച്ചു. ഇതൊരു സിനിമയാണ്, ഞങ്ങൾ ഈ കഥയിൽ അയോധ്യ പള്ളിയായിട്ട് അല്ലെങ്കിൽ അയോധ്യ സംഭവമായിട്ട് യാതൊരു ബന്ധവും ഇതിനകത്തില്ല, ഇതൊരു മിത്തിക്കലായിട്ടുള്ളൊരു സിനിമയാണ്, പഴയ കാലത്ത് കിടക്കുന്നൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ഇവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് പൊളിക്കാനായിട്ട് ചെറുപ്പക്കാർ സമ്മതിച്ചെന്നുള്ളത്. അത് ഇപ്പോഴും ഇപ്പം നമുക്കറിയാമല്ലോ, സമീപകാലത്ത് ഈ വാർത്തകളിൽ ഇതെല്ലാം നിറഞ്ഞുണ്ട്. അയോധ്യ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം കയറി വരുന്ന ഈ ഒരു സംഭവമാണ്. അപ്പോൾ ചില ആൾക്കാരുടെ മനസ്സിലേറ്റ മുറിവുകൾ ഒരു തമാശയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാലോ അല്ലെങ്കിൽ സിനിമയായാലും കലയായാലും എന്തായാലും അവരെ ചിലപ്പോൾ അത് മുറിപ്പെടുത്തും. അതുകൊണ്ട് തന്നെ കലാകാരന്മാർക്കൊക്കെ പ്രതിബദ്ധത ഉണ്ടെന്നാണ് എനിക്ക് ഈ ഗസലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഞാൻ ആ സിനിമയിൽ ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല, അതൊരു പ്രണയകഥയാണ്, ശുദ്ധമായ പഴയ കാലത്ത് കിടക്കുന്ന മിത്തിക്കലായിട്ടുള്ളൊരു പ്രണയകഥയാണ് നമ്മളതിൽ പറയാൻ ശ്രമിച്ചത്. പക്ഷേ ഓർമ്മകളിങ്ങനെ നമ്മൾ പഴയ സിനിമകളെ ഓർമ്മകൾ വരുമ്പോഴേ ഇത്തരം സാധനങ്ങളും കാലവുമായിട്ട് അതിനെ കണക്ട് ചെയ്യും. അതാണ്. അപ്പോൾ ഈ ഗസലിനെ കുറിച്ച് ഞാൻ എപ്പോൾ പറയുമ്പോഴും പറയും ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു കാലം അടയാളപ്പെടുത്തും. ഓരോ സിനിമക്കും അങ്ങനെ ഒരു കാലം ഉണ്ടാവും. ആ കാലത്ത് നിലനിൽക്കുന്ന സിനിമ അല്ലെങ്കിൽ ആ കാലത്ത് സംഭവിച്ച സിനിമ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അങ്ങനെയുള്ള സിനിമകളെക്കുറിച്ച് ഓർക്കാനുണ്ടാവും.